നമ്മൾ കുട്ടികളുടെ കാഴ്ച പരിശോധിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഐ പ്രാക്ടീഷണർ പറയുന്നതാണ് 6 മാസം കണ്ണട ഉപയോഗിച്ചിട്ട് നോക്കിയിട്ട് നമുക്കത് ഒഴിവാക്കാം എന്നുള്ളത്. കൂടുതലും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കേസിൽ ഇത് നമ്മൾ 6 മാസം കഴിഞ്ഞ് പവർ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഒഴിവാക്കാനായാലും പവർ കുറക്കാനായാലും ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളിതൊരു മെഡിസിൻ പോലെ 6 മാസം കഴിഞ്ഞ ഉടനെ സ്വമേധയാ നമ്മളതങ്ങ് ഉപയോഗം നിർത്തും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭാവിയിൽ അതായത് 5-10 വർഷം കഴിയുമ്പോഴായിരിക്കും വീണ്ടും നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി തുടങ്ങുന്നത്. അതായത് ഈ കുട്ടി വലുതായ സമയത്തായിരിക്കും കുറച്ചും കൂടി ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പോഴേക്കും നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഒരു -0.5 ഒരു ഏത് പവർ ആയിക്കോട്ടെ, ഉള്ള പവർ ചിലപ്പോൾ അത് കൂടിയിട്ട് അതിന്റെ ഡബിളോ ട്രിപ്പിളോ ആയിട്ടുണ്ടാവും. അതല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് കറക്റ്റഡ് വിഷൻ കംപ്ലീറ്റ് കിട്ടുന്നതിന് പകരം ചിലപ്പോൾ വിഷൻ തന്നെ ഡ്രോപ്പ് ആയിട്ടുണ്ടാവും. അതായത് നമ്മളെ കണ്ണ് ലേസി ഒക്കെ ആയി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കണ്ണട ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ കാഴ്ച പരിശോധിച്ചൊരു കണ്ണട പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി കൺസൾട്ട് ചെയ്ത് പവർ കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ട് വേണം നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ സ്വയം ഇഷ്ടപ്രകാരം നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് നമ്മളെ കണ്ണിനെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എല്ലാ 6 മാസം കൂടുമ്പോഴും കുട്ടികളുടെ കാഴ്ച പരിശോധിക്കുക. വലിയവരുടെ ആണെങ്കിൽ ഒരു 1 ഇയർ കൂടുമ്പോൾ പരിശോധിക്കുക. ഇത് നമുക്ക് കാഴ്ചക്കുറവുള്ളവരും ഇല്ലാത്തവരും നോർമലി നമ്മളെ ഹെൽത്ത് ചെക്കപ്പ് പോലെ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാഴ്ച പരിശോധന എന്നുള്ളത്. നമ്മളുടെ വിഷൻ മാർക്കിന്റെ പയ്യാവൂരിലും ബ്ലാത്തൂരിലും നിങ്ങൾക്ക് കാഴ്ച പരിശോധന തികച്ചും സൗജന്യമാണ്.